എത്തിയിട്ടുണ്ട്. വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ അവരുടെ ഞാൻ ഈ മീറ്റിംഗ് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ ബുക്ക് പറക്കുന്ന പ്രഭാത ബുക്ക് ഹൗസാണ്. അതിൻ്റെ മാനേജർ ബഹുമാനായ പ്രൊഫസർ ചന്ദ്രബാബു സാറുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയം കൂടെ നടത്തും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ആശംസ നേർന്നുകൊണ്ട് പ്രഭാത ബുക്ക് ഹൗസിൻ്റെ ഓഫീസർ പ്രിയപ്പെട്ട ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാർ, നിങ്ങൾക്ക് അറിയാം, വലിയ എഴുത്തുകാരൻ സാഹിത്യകാരനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മീറ്റിങ്ങിൽ നന്ദി പറയുന്ന എൻ്റെ മകളാണ് ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസ്. അവളുടെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ, പുറത്ത് വെപ്പുണ്ട്. അവളെ ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലെ പേരെടുത്ത് പറയാൻ ധാരാളം ബഹുമാനപ്പെട്ട EMS പുസ്തകം ശ്രീ ബാബുജൻ ഉൾപ്പെടെ, കേരള കോൺഗ്രസ് നീളം പ്രസിഡന്റ് ശ്രീ വിജയകുമാർ ഉൾപ്പെടെ, എൻ്റെ സുഹൃത്ത് പാലായിൽ നിന്ന് വന്ന ശ്രീ മാത്യു സാർ ഉൾപ്പെടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബേബി എഴുത്തുവാൽ, നമ്മുടെ കിൻഫ്രയുടെ ചെയർമാൻ ഉൾപ്പെടെ, ഇവിടുത്തെ നിയോജക ശ്രീ പ്രിയപ്പെട്ട പീറ്റർ കുലാസ് ഉൾപ്പെടെ, PSC ഓഫീസർ ശ്രീ തോമസ് ചാർ ഉൾപ്പെടെ, ശ്രീ വലിയ എഴുത്തുകാരനായ ജോസ് ചന്ദ്രപ്പള്ളി ഉൾപ്പെടെ, മലങ്കര ഓർത്തഡോക്സ് മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ IC ചിനയ ഉൾപ്പെടെ, മന്ത്രി KC ജോസഫിൻ്റെ സ്റ്റാഫായിരുന്ന ബഹുമാനപ്പെട്ട മോഹൻ സാർ ഉൾപ്പെടെ, ശ്രീ KK പിൽ സാർ ഉൾപ്പെടെ, പേരെടുത്തുകൊണ്ട് ധാരാളം പ്രിയപ്പെട്ട ഷാജഹാൻ സാർ ഉൾപ്പെടെ, സിൻഡിക്കേറ്റ് മെമ്പർ അനിൽ ഉൾപ്പെടെ, ഇൻഡസ്ട്രിയൽസ് ഓഫീസർ ശ്രീ ഗ്രേസ് ഉൾപ്പെടെ ധാരാളം പ്രഗത്ഭ വ്യക്തികൾ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രികളൊക്കെയുള്ള അന്ന് എല്ലാ ബഹുമാന വ്യക്തികളെയും ഒരു തവണ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവരും പുസ്തകം പോയി പ്രഭാത ബുക്ക് വാങ്ങി പെണ്ണ് കെട്ടണമോ കെട്ടണ്ടായോ എന്ന് തീരുമാനിക്കണമെന്നോട് പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ജലവിഭവ മന്ത്രി ശ്രീ റോഷി കൃഷ്ണൻ അവറുകളെ, പ്രിയങ്കനായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ അവറുകൾ, പ്രിയപ്പെട്ട പെരേര സാറ്, അതോടൊപ്പം തന്നെ ശ്രീ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, പ്രൊഫസർ M ചന്ദ്രബാബു ഉൾപ്പെടെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഏറെ സുപരിചിതനാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ, പ്രഭാഷകൻ എന്ന നിലയിലൊക്കെ തന്നെ പ്രിയപ്പെട്ട പെരേര സാർ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇന്നിവിടെ വളരെ വ്യത്യസ്തമായൊരു പേരോടുകൂടിയ പുസ്തകമാണ് എനിക്ക് പെണ്ണ് കെട്ടണമെന്ന ഈ പുസ്തകം. ആ പേര് ഞാൻ കേട്ടപ്പോൾ ചോദിച്ചു. അപ്പം പറഞ്ഞു അത് ആ കഥയുടെ പ്രത്യേകത അതാണ്. അങ്ങനെ പുസ്തകം എനിക്ക് തന്നു, ഞാൻ പുസ്തകം വായിച്ചു. പുസ്തകത്തിൻ്റെ കഥ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ കഥ പറയുന്നില്ല. കാരണം ഈ നിയമസഭയിലെ തന്നെ ഒരു സ്റ്റാഫ് അംഗം ഞാൻ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, ദയവായിട്ട് പുസ്തകത്തിൻ്റെ കഥ പറയരുത് എന്ന് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ആളുകളുടെ ജിജ്ഞാസ ഞാനായിട്ട് കളയണ്ട എന്നുള്ള നല്ല അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. പക്ഷേ ഇതൊരു പ്രവാസ ജീവിതത്തിൻ്റെ കഥയാണ്. വർത്തമാനകാല സമൂഹത്തിൽ നമ്മുടെ ഒക്കെ ഇടയിൽ ഒരുപാട് പ്രതീക്ഷകളോടെ പ്രവാസ ജീവിതത്തിന് പോവുകയും അവിടെ ജീവിക്കുകയും അവിടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകുകയും ആ ബന്ധങ്ങളുടേതായ മാസ്പരികതയിൽ കുറേ കാലം ജീവിക്കുകയും തിരികെ നാട്ടിലേക്ക് വരികയും അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അനുഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവാസ യാത്രകൾക്കിടയിലുണ്ടായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾക്കിടയിലുണ്ടായ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പെരേര സാർ ഇത്തരം ഒരു പുസ്തകത്തിൻ്റെ രചനയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് സമൂഹത്തോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എഴുത്തുകാരനെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ആ എഴുത്തുകാരൻ പറയുന്ന രീതികൾ, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതികൾ, അതോടൊപ്പം തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങൾ. ഈ രണ്ട് കാര്യത്തിൽ വളരെയേറെ ക്ലിഷ്ടമായ ഭാഷയിലല്ല അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, സാധാരണക്കാരൻ്റെ ഭാഷയിലാണ്. പക്ഷേ ഈ കഥയിൽ പറയുന്ന തീം നമ്മളൊക്കെ തന്നെ കേട്ടുകയും അറിയുകയും പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുമുള്ള ചില കാര്യങ്ങളും അനുഭവങ്ങളുമാണ്. അങ്ങനെയൊക്കെ ജീവിതം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് പ്രതീക്ഷകളെ പോയി തിരിച്ച് വന്ന് പിന്നീട് ഒന്നുമല്ലാതായിപ്പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ഭൂമികയിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ചിന്തിയെടുത്തൊരു ഏടാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഞാൻ വായിച്ചു. വളരെ മനോഹരമായ ഒരു പുസ്തകം, നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്നു. ചില ജീവിതഗന്ധിയായ ചില അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം. ഈ പുസ്തകം നന്നായി വരട്ടെ, ഒരുപാട് ആളുകൾ വായിക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ, തീർച്ചയായിട്ടും പുതിയ എഴുത്തുകൾ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശനത്തിനായിട്ട് ബഹുമാനയുടെ മന്ത്രി ശ്രീ റോഷി നാസറുള്ളെ ക്ഷണിക്കുകയാണ്. സമ്മേളന അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ ശ്രീ ചിറ്റയം ഗോപകുമാർ, ഡോക്ടർ N. ജയരാജ്,
ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, പ്രൊഫസർ എം ചന്ദ്രബാബു, പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് പേരയിൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഇതിൻ്റെ ഒരു പ്രത്യേകത സംസാരിക്കാൻ സമയമില്ലെന്നുള്ളതും അധികം സംസാരിക്കരുതെന്നുള്ളതുമാണ്. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിശ്ചിത സമയം കഴിയുമ്പോൾ എല്ലാം കട്ടാവും. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആമുഖമായി തന്നെ പ്രിയപ്പെട്ട പേരെ സാർ സൂചിപ്പിച്ചു. അദ്ദേഹം ആദ്യം എഴുതുമല്ല, രണ്ടാമത്തെ നോവലാണിത്. 10-18ഓളം കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പേരെ സാറിൻ്റെ ഓരോ കൃതികളും നോവലും കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാവുക. ഒന്നാമത്തേത് എനിക്ക് മരിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ആണ്ട് വീണ്ടും വന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പേര് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാകത്തക്ക വിധത്തിൽ എനിക്കും പെണ്ണ് കെട്ടണം. എന്തോ ഒരു സ്ഥിതി എന്നാലോചിക്കുക. അപ്പം പേര് കൊണ്ട് തന്നെ പ്രസക്തമായിട്ടുള്ള കാലികമായ പ്രസക്തങ്ങളെ നമ്മുടെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നെത്തിക്കാനായിട്ടുള്ളൊരു ഉൾക്കാഴ്ച, അത് ഒരുപക്ഷെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ എല്ലാവരുടെ പ്രവർത്തന രീതിയുടെ ഒരു മികവായിരിക്കും. ഇതിൻ്റെ ആധാരമായൊരു വിഷയം, ഇനി ഇവരെ പുറത്തു വിടാൻ പാടില്ല, വിദേശയാത്ര അയക്കരുതെന്നുള്ളതാണ്. UK ചെന്നപ്പോഴാണ് ഈ ചിന്തകളെല്ലാം ഉണരെടുത്തത്. ഇപ്പോൾ രണ്ട് അന്തരങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെയും അവരുടെ സംസ്കാരത്തെയും കോർത്തിണക്കുന്ന രണ്ട് ചിന്തകൾ. യൗവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകുന്ന രണ്ട് വിഷമങ്ങൾ. അത് ഇവിടുത്തെ സാഹചര്യം പറയുന്നുണ്ട്, അവിടുത്തെ സാഹചര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടത് തീർച്ചയായിട്ടും വായിച്ചാലേ അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വായിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ജയരാജ് വായിച്ചു, പുറത്ത് പറയാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. കാര്യം ഇത് വായിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ ചിറ്റയം ഗോപകുമാർ ജയരാജ് ഇരിക്കുന്ന വേദിയിൽ ഇരിക്കാൻ തന്നെ പേടിയാണ്. ഇവർ രണ്ടും സിനിമ അഭിനയക്കാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേര് പല മലയാള ചിത്രത്തിലും അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഥയും നോവലും സിനിമാ രംഗത്തേക്കുള്ള പ്രോത്സാഹനജനകമായ മാർഗങ്ങളിലൂടെയാണ് ഇതെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ സംസ്കാരത്തിന് വിവാഹ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെ നല്ലവണ്ണം ഇതിനകത്ത് സാറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ എല്ലാം ആവശ്യകതയാണ് അതിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലെല്ലാം നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ട മാറ്റങ്ങളെ ദൃശ്യമാക്കി കൊടുക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും പ്രഭാത് ബുക്ക് ഹൗസാണ് ഇത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ളത്. ഞാൻ എല്ലാവിധമായ ആശംസകളും നേരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെന്നെത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കേരളീയ തനിമയെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനുണ്ടാകേണ്ട രൂപവും ഭാവവും നല്ലവണ്ണം കോർത്തിണക്കി ഇതിലെ കഥാപാത്രങ്ങളെ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എല്ലാവിധമായ ആശംസകളും നേരട്ടെ. ഇനിയും ഇത്തരം നല്ല പുസ്തകങ്ങൾ രചിക്കാൻ പേരെ സാറിന് സാധിക്കും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷനും കൂടിയാണ്. ആ നിലയിലെല്ലാം പാർട്ടിക്ക് നൽകുന്ന സംഭാവനകളെയും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് നിങ്ങളേവരുടെയും അനുമതിയോടു കൂടി ഏറെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചവരെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ ഞങ്ങളുടെ MLAയും കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ ചിറ്റയം ഗോകുമാർ അവരെ ക്ഷണിക്കും. അധ്യക്ഷൻ, ഏറ്റവും ബഹുമാനായ ഡോക്ടർ എൻ ജയരാജ്, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഡോക്ടർ വർഗീസ് പേരയിൽ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, പ്രൊഫസർ എം ചന്ദ്രബാബു, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇവിടെ വർഗീസ് പേരയിൽ സാറിൻ്റെ രണ്ടാമത്തെ നോവലാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. ആദ്യത്തെ നോവൽ എനിക്ക് മരിക്കണമെന്നായിരുന്നു. ഇപ്പോൾ പെണ്ണ് കെട്ടണമെന്നാണ് രണ്ട് നോവലും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് തുടരുന്നത്. ഇതിനു മുമ്പ് 15ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചെറു കഥകൾ എഴുതിയിട്ടുണ്ട്. അധ്യാപകനായിരുന്ന അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം പൂർണ്ണ സമയവും ഇപ്പോൾ പൊതുപ്രവർത്തനത്തോടൊപ്പം ഒരു നല്ല എഴുത്തുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിത രീതിയും പാശ്ചാത്യ സംസ്കാരവും ഇതെല്ലാം മനുഷ്യൻ എങ്ങനെ
അവൻ്റെ ജീവിതത്തിലേക്ക് മാറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുയർന്ന ചിന്തകൾക്ക്, അനുഭവങ്ങളുടെ സാക്ഷ്യം എല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രചന നടത്തിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഇത്തരം അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും, ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനും, കുട്ടികളിലേക്ക് എത്തിക്കാനും, മനുഷ്യൻ്റെ മനസ്സിൽ നല്ല ചിന്ത ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിച്ചത്. എല്ലാവരും വാങ്ങി അത് വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പരിചയം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനായ ശ്രീ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അവരെ ക്ഷണിക്കുക. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച എനിക്ക് പെണ്ണ് കെട്ടണം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ലഘുവായ ഒരു വർത്തമാനം മാത്രമാണ് ഞാൻ നടത്തുന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യരായ വ്യക്തികളൊക്കെ തന്നെ പുസ്തകത്തിൻ്റെ അകക്കാമ്പ് എന്താണ് എന്ന് വ്യക്തമാക്കാതെ പിൻവാങ്ങിയ സാഹചര്യത്തിൽ ഞാനും അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഈ പുസ്തകം എല്ലാവരും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ പറഞ്ഞാൽ പിന്നെ അത് വാങ്ങാനുള്ള താല്പര്യം കുറയുമെന്നതുകൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം ഒരു കാരണവശാലും പാശ്ചാത്യ സംസ്കാരത്തിന് എതിരായുള്ളൊരു പുസ്തകമല്ല. അങ്ങനെ ഒരു ധാരണ വരരുത് എന്നതുകൊണ്ട് അത് ഞാൻ അടിവരയിട്ട് പറയുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൽ മാത്രമല്ല ഈ കുടുംബമെന്ന സങ്കല്പത്തെ തകർക്കുന്നത്, പൗരസ്ത്യ സംസ്കാരത്തിലും അത് കൃത്യമായി നിലനിൽക്കുന്നു എന്നതാണ് കാര്യം. പണാധിപത്യമുള്ളൊരു സമൂഹത്തിൽ സ്വാഭാവികമായും വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ച്യുതിയുണ്ടാവുകയും അവയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നതാണ് വസ്തുത. പാശ്ചാത്യ സംസ്കാരം നൽകിയ നിരവധിയായിട്ടുള്ള നന്മകളിലൂടെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആധുനിക സങ്കല്പങ്ങൾക്ക്, നമ്മുടെ സാഹിത്യരംഗത്തിനൊക്കെ പാശ്ചാത്യ സംസ്കാരം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന നോവലാണ്. മലയാളികൾ ആദ്യമായി ഒരു നോവൽ കാണുന്നത് ഒരു പാശ്ചാത്യ വനിത എഴുതിയ നോവലാണ്. സ്ലെയർ സ്ലെയിൻ എന്ന നോവലാണ്, മിസ്സിസ് കോളിൻസ് എഴുതിയ നോവലാണ് മലയാളികൾ ആദ്യമായി കാണുന്നത്. അതിൽ കുടുംബമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. അത് വളരെ സമർത്ഥമായി നമ്മുടെ ജീവിതത്തെയും മനുഷ്യൻ്റെ ജീവിതത്തെയും ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സംസ്കൃതി സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. നമ്മുടെ ഭാഷയ്ക്ക് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിനെ മറന്നുകൊണ്ട് നമുക്ക് മലയാള ഭാഷയെക്കുറിച്ച് സംസാരിക്കാനേ കഴിയുകയില്ല. അപ്പോൾ ആ തരത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കുഴപ്പത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമല്ല ഇത്. അദ്ദേഹം UK പോയപ്പോൾ അവിടെ കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക സംവിധാനത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന പുതിയ തലമുറയുടെ ചില പ്രവണതകളെ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതേ പ്രവണതകൾ ഇവിടെയുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ലോകമാകെയുള്ള പണാധിപത്യത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യബന്ധങ്ങളുടേതായ അപകടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു താരതമ്യ പഠനമോ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റോ അല്ല ഈ പുസ്തകം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും പവിത്രമായ ഒന്ന്, മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബമെന്നൊന്നില്ലെങ്കിൽ മനുഷ്യരാശി തന്നെ ഉണ്ടാവുകയില്ല, നിലനിൽക്കുകയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കാലത്ത് AIയുടെയൊക്കെ വരവോടുകൂടി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം കുടുംബമെന്ന ഏറ്റവും ലോകത്തിലെ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും മഹത്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുടുംബമാണ് എന്നതുകൊണ്ട് തന്നെ ആ കുടുംബത്തെക്കുറിച്ചുള്ള ഉന്നതമായ ആലോചനകളാണ് അദ്ദേഹം ഈ നോവലിലൂടെ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വളരെ കറണ്ടാണ്. ഏറ്റവും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു നോവലിസ്റ്റ് അദ്ദേഹം മനുഷ്യരാശി മുഴുവൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയെ ഉയർത്തിക്കാട്ടുകയും ആ വെല്ലുവിളി അപകടമാണ് എന്ന് മനസ്സിലാക്കുകയും മനുഷ്യൻ വ്യക്തിബന്ധങ്ങൾക്കപ്പുറം കുടുംബമെന്ന സങ്കല്പത്തെ ഒരു വ്യക്തി എന്നതിനേക്കാൾ വ്യക്തികളുടെ കൂട്ടായ്മയിലേക്ക് വരുന്ന സാമൂഹികമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, കുടുംബമെന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുകയാണ് ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് വളരെ ബോധപൂർവമാണ്. കാരണം പുതിയ കാലത്ത് ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടും പുസ്തകത്തിൻ്റെ കവർ പേജും ഒക്കെ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ബോധപൂർവ്വം ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കണം. ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. മനുഷ്യന് തന്നെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ കറണ്ടാണ്. പുതിയ തലമുറയാണ് ഈ പുസ്തകം
പുസ്തകം ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരെക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരാണ് ഈ പുസ്തകം വായിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ആളുകൾ, സമൂഹമെന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ, അവരെയൊക്കെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ, ശ്രമകരമായ, സൂക്ഷ്മമായ ഇടപെടലാണ് ഈ പുസ്തകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഈ പുസ്തകങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങുകയും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് കൈമാറുകയും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ പ്രൊഫസർ ചന്ദ്രബാബു സാർ, അദ്ദേഹമാണ് പ്രഭാത ബുക്സിൻ്റെ മാനേജർ. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത് കൊണ്ടുവരുന്ന വിറ്റ് എനിക്ക് വല്ല ഗുണമുണ്ടാക്കി തരുന്ന ആളെ ചന്ദ്രബാബു സാറാണ്. വളരെ ആദരപൂർവ്വം ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കച്ചവടക്കാരനാണ്. സാറ് നല്ല ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് പോലെ അതിൻ്റെ ഉള്ളടക്കവും നല്ലതാണ്. ഈ പുസ്തകം സാറിൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സാറിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നമസ്കാരം. അടുത്ത നന്ദി പറച്ചിലാണ്. ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണനെ പോലെ ധാരാളം തയ്യാറെടുത്തവരുടെ ആൾക്കാർ അതിഥികളായി വന്നിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ആരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നില്ല. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി പറയുന്നതിന് വേണ്ടി എൻ്റെ മകളും തുമ്പ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയുമായ ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസിനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്യൂരിറ്റൻ പോയറ്റ് ജോൺ മിൽട്ടൺ ഒരിക്കലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എ ഗുഡ് ബുക്ക് ഈസ് ദ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ് എംബാംഡ് അപ്പോൺ എ ലൈഫ് ബിയോണ്ട് ലൈഫ്. ദാറ്റ് മീൻസ് ഒരു ബുക്ക്, ഒരു പ്രഷ്യസ് ആയ ഒരു ബുക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എഴുതിയ ഓതറിൻ്റെ ലൈഫ് ബ്ലഡ് കൊടുത്ത് എഴുതുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇപ്പം ഈ നോവൽ എനിക്ക് പെണ്ണ് കെട്ടണം എന്നുള്ളത് അപ്പാടെ ജീവിതഗന്ധിയായ നോവലാണോ, ഫ്യൂച്ചറിസ്റ്റിക് ആണോ, അപ്പയ്ക്ക് ഭാവിയിൽ പുതിയൊരു പെണ്ണ് കെട്ടണം എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ദെയർ. സ്റ്റിൽ അപ്പ തന്നെ പറയുന്നു അമ്മയ്ക്കും മക്കൾക്കും ആർക്കും യാതൊരു പരാതിയില്ല എന്ന്. ചോദിച്ചോ എന്തോ. ഓക്കെ, എനിവേ സമയം ഇനി 2 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. വന്നു ചേർന്ന ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ശരിക്കും പറഞ്ഞാൽ പപ്പാടെ 13ാമത്തെ ബുക്കും 2ാമത്തെ നോവലുമാണ്. 16ാമത്തെ ബുക്കും 2ാമത്തെ നോവലുമാണ്. അപ്പോൾ ഓരോ വട്ടവും ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് എഴുതാനുള്ളൊരു ശക്തിയും എഴുതി പബ്ലിഷ് ചെയ്യാനുള്ളൊരു ശക്തിയും ജഗദീശ്വരൻ നൽകുന്നത് കൊണ്ട് ആദ്യമേ തന്നെ ജഗദീശ്വരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അപ്പാടെ നാമത്തിൽ തന്നെ നന്ദി അർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ വന്ന് ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമുക്കായി സമയം മാറ്റിവെച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനെ പ്രകാശനം ചെയ്തു തന്ന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കറും അടൂരിൻ്റെ പ്രിയങ്കരനായ MLA-യുമായിരിക്കുന്ന ശ്രീ ചിറ്റയം ഗോകുമാർ അവകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. അധ്യക്ഷ പദവി അലങ്കരിച്ച ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സാറിനെ കുറിച്ച് പറയാമെങ്കിൽ പപ്പ ഒന്നുകൂടെ പരിചയപ്പെടുത്തും. എൻ്റെ പൊന്നു സാറേ, എനിക്കറിയാം മകളും മകനും അല്ലേ എന്ന് ഇത്രമേൽ ഓർമ്മ നിൽക്കുന്ന ഒരു വ്യക്തിയെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ജയരാജ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം ഉപരി അപ്പയ്ക്ക് ഏറ്റവും അഭിമാനത്തോടെ തന്നെ പറയാം, ഇത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. എല്ലാ ജില്ലകളിലും ബുക്ക് ഹൗസ് പബ്ലിഷിംഗ് ഹൗസായിട്ടുള്ള പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ സ്പെഷ്യലി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറിനോടും പ്രൊഫസർ M. ചന്ദ്രബാബു അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതൊക്കെ മേലെ നമ്മൾ പറയാറില്ലേ, ഇതിനേക്കാൾ പ്രഗത്ഭരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളും. എൻ്റെ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് HOD തലത്തിൽ തൊട്ട് എല്ലാവരും മണക്കാല ഗോപാലൻ സാർ തൊട്ട് സകലരും എത്തിച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഭാഷയിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.